കല്ലേത്തിങ്കിരയിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. 8ാം ക്ലാസ്സുകാരുടെ മാത്സ് 8ാമത്തെ സെഷൻ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മൾ 8ാമത്തെ സെഷൻ ആണ്. ഇന്ന് നമ്മൾ 8ാമത്തെ ദിവസമായി. നമ്മൾ പഠിച്ച തിയറി എന്താ? നമ്മൾ പഠിച്ച തിയറി ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഒരു ട്രയാങ്കിളിന് ഈക്വൽ ആയിട്ട് അടുത്ത ട്രയാങ്കിൾ വന്നെങ്കിൽ ഇതിലെ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ലൈനിലുണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസും അതേപോലെ ഈ ലൈനിലുള്ള രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിലെ ഈ സൈഡും രണ്ട് ആംഗിൾസും ഈ ട്രയാങ്കിളിലെ ഈ സൈഡും ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ ആംഗിളും ABC കൊടുക്കാണ്. PQR കൊടുക്കുകയാണെങ്കിൽ A is equal to P ആണ്, B is equal to Q ആണ്. AB യും PQ യും തുല്യമാണ്. ഈ വശവും ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ആംഗിൾ C is equal to ആംഗിൾ R ആയിരിക്കും. മൂന്നാമത്തെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഇന്നലെ പഠിച്ചു. എന്താണ്? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് അല്ല ഈ സൈഡ്, അതുപോലെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് അല്ല, ഈക്വൽ ആയിട്ട് തുല്യമായിട്ടുള്ള കോണുകൾക്കെതിരെയുള്ള വശങ്ങള് തുല്യമാണ്. ഈ തിയറിയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി നമ്മൾ കണക്ക് തുടങ്ങുകയാണ്. ഇന്നത്തെ കണ്ടിന്യൂഷൻ. ഇന്നലെ നമ്മൾ ചെയ്തത് പേജ് നമ്പർ 21 ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 4 എണ്ണം ചെയ്തു. സൈഡ്സ് കണ്ടുപിടിക്കാൻ, ഈക്വൽ സൈഡ്സ്. അതെങ്ങനെയാണ്? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നോക്കി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതാം. ആ പടം കൂടി വരയ്ക്കാം. ക്വസ്റ്റ്യൻ എഴുതണം. ടെക്സ്റ്റിൽ നോക്കി AB എന്ന് പറയുന്ന ലൈൻ, AB എന്ന വരയുടെ രണ്ടറ്റത്ത് സമാന്തരവും തുല്യവുമായ APBQ, the two parallel lines കേട്ടോ. യും ഇതേ അകലത്തിൽ തന്നെ ഇവിടെ ഇതിന് പാരലൽ ആയിട്ട് BQ, ഈ രണ്ടില് ഇവിടെ AB ഇപ്പൊ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെന്റിമീറ്റർ തന്നെ കേട്ടോ. തുല്യമായിട്ട് വേണം. ഇവിടെ 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ല, തുല്യമാണെന്നാണ് പറഞ്ഞത്. ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ അത് 2. ഇത് എത്രയാണോ AP എത്രയാണോ അത്രയാണ് BQ. തുല്യമായിട്ട് അളവാണ്, പാരലൽ ആണ്. പിന്നെ PQ and AB, PQ യും AB യും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഇതല്ലേ AP, ഇവിടെയാണ് BQ. അപ്പൊ P യും Q യും തമ്മിൽ നമ്മളൊരു ലൈൻ വരയ്ക്കാം. PQ ഇങ്ങനെ യോജിപ്പിക്കാം. അതേപോലെ AB യും കൂടി യോജിപ്പിക്കുന്ന ഈ പോയിന്റിനെ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, M എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് ചോദ്യം തന്നേക്കണേ. ചോദ്യത്തിലെല്ലാം എഴുതി വെച്ചില്ലേ? AB എന്നുള്ള ലൈൻ അളവുകളൊന്നും തന്നിട്ടില്ല. വെറുതെ റഫ് ഫിഗർ വരച്ചാൽ മതി. ചോദ്യം എഴുതാൻ വരയ്ക്കാം. AB ആദ്യം തന്നെ വരയ്ക്കാം. എന്നിട്ട് AB നിങ്ങളൊരു ലൈൻ വരയ്ക്കാം. അതിന് പാരലൽ ആയിട്ട് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു വരയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു പാരലൽ ലൈൻ, ഇതിന് സമാന്തരമായിട്ടൊരു വര, ഇത് എത്രയാണോ അത്ര തന്നെ ഈ വര. എന്നിട്ട് ഇത് രണ്ടും കൂടി യോജിപ്പിച്ചാൽ എന്ന് പറയുന്ന ഒരു ബിന്ദുവിൽ കൂട്ടി മുട്ടുമെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് AMP, ഇതാണ് ട്രയാങ്കിൾ AMP ആൻഡ് BMQ, അതിന്റെ സൈഡ്സ് ഈക്വൽ ആണോ, തുല്യമാണോ, എന്തുകൊണ്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? ചോദ്യം എന്താ? AMP എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും BQM എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും രണ്ടിന്റെയും സൈഡ്സ് ഈക്വൽ ആണോ? സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആംഗിൾസ് ഈക്വൽ ആക്കണം അല്ലെ? ആംഗിൾസ് തുല്യമാണെങ്കിൽ, കോണുകള് ആംഗിൾ തുല്യമാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് രണ്ടും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ സൈഡും പാരലൽ ആണ്. രണ്ട് പാരലൽ ലൈൻ നോക്കുക. ഇതാണ് AP യും BQ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ആംഗിളും ഏതാ? ഇതും എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾ, മറുകോൺ എന്ന് പറയും. കിട്ടിയല്ലായിരുന്നോ?
രണ്ട് പാരലൽ ലൈൻ ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ ആംഗിളും ഇവിടെയുള്ള ആംഗിളും എന്താണ് ഓൾട്ടർനേറ്റ് ആംഗിൾ. എന്താ ഓൾട്ടർനേറ്റ് ആംഗിളിന്റെ പ്രത്യേകത? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് പാരലൽ ലൈനെ രണ്ട് സമാന്തര രേഖകൾ വരച്ചാൽ ഒരു രേഖ കൊണ്ട് നമ്മൾ ഇന്റർസെക്ട് ചെയ്താൽ അതിനെ ഛേദിച്ചാൽ കിട്ടുന്ന ഈ രണ്ട് ആംഗിൾസിനെയാണ് മറുകോൺ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആണ്. നമ്മൾ കഴിഞ്ഞ പഠിച്ചത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നോക്കാം, ഇവിടെ ഈ ആംഗിളും ഈക്വൽ ആയി അല്ലേ? കാരണം എഴുതണം കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഇതാണ്. എങ്ങനെ എഴുതാം? ഈ പേര് എഴുതുന്നത് APM. എങ്ങനെ എഴുതാം? ആംഗിൾ APM is equal to ഇവിടെ ആംഗിൾ BQM. ഈ ആംഗിൾ അല്ലെ? Q നടുക്ക് വരണം നോക്കിയില്ലേ? ഇവിടെ P, അതാണ് APM. നടുക്ക് P വരണം കേട്ടോ. അതും ഇവിടെ ഇതിന്റെ പേര് എഴുതുമ്പോ എന്താ? BQM. കിട്ടിയില്ലേ? ഈ രണ്ട് ആംഗിൾസും എഴുതാം. എന്നിട്ട് ബ്രാക്കറ്റില് നിങ്ങൾ എന്ത് ചെയ്യണം? കാരണം എഴുതണം. കാരണം എങ്ങനെയാ ഞാൻ പറഞ്ഞതിന്റെ മുകളിൽ രണ്ട് കുത്തും അടിയില്. therefore എഴുതേണ്ട നേരെ തിരിച്ച്. therefore നമ്മൾ മുകളിൽ ഒരു കുത്താണ്. റീസൺ എഴുതുമ്പോ കാരണം എഴുതുമ്പോ മുകളിൽ രണ്ട് കുത്തിട, താഴെ ഒന്ന് കാരണം എന്നിട്ട് എഴുതാം. എന്താ കാരണം എഴുതാം? ഇതിന് നേരെ കാരണം എന്താ എഴുതിയേക്കാം? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. മലയാളം മീഡിയക്കാരെ മറുകോൺ. രണ്ട് സമാന്തര രേഖകളാണ്, അപ്പൊ മറുകോൺ ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാരെ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. കിട്ടി. ഇനി അടുത്ത രണ്ട് ആംഗിൾസ് നോക്കിയേ. ഇതുപോലെ തന്നെ ഈ രണ്ട് പാരലൽ ലൈൻ തന്നെ അതിനെ ഇപ്പൊ ഇന്റർസെക്ട് ചെയ്ത് AB എന്ന് പറയുന്നത് വരെയാണ്. അതിലും ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. സെയിം റീസൺ. എന്താണ് റീസൺ? ഓൾട്ടർനേറ്റ് ആംഗിൾ. ഇതിന്റെ പേര് എങ്ങനെ എഴുതാം? A നടുക്ക് വരണം കേട്ടോ. ഈ ആംഗിൾ എഴുതുമ്പോൾ A നടുക്ക് വരണം. ഈ ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ A is equal to ആംഗിൾ B. എങ്ങനെ എഴുതാ പേര്? ആംഗിൾ PAM അല്ലെ? നോക്ക്, PAM. അതാണ് A നടുക്ക് വരണം കേട്ടോ. PAM. ഈ PA ഈസ് ഈക്വൽ ടു ഇവിടെയാണ്. അപ്പൊ ഇതിന് പേര് കൊടുക്കുന്നത് എന്താ? QBM അല്ലെങ്കിൽ MBQ. എങ്ങനെ തിരിച്ചെഴുതിയാലും B നടുക്ക് വരണം. QBM. അതിനും കാരണം ബ്രാക്കറ്റിൽ എഴുതാം. എന്താ കാരണം? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. രണ്ട് ആംഗിൾസ് ഈക്വൽ ആയില്ലേ? ഇനി മൂന്നാമത്തെ ആംഗിൾ രണ്ടെണ്ണം മതി കേട്ടോ. രണ്ട് ആംഗിൾസ് ഈക്വൽ ആവും. കാരണം ഈ സൈഡ് ഈക്വൽ അല്ലേ? ഈ വശം ഇവിടെ x ആണെങ്കിൽ ഈ രണ്ട് വശം ഈക്വൽ ആണ്. അപ്പൊ എഴുതാ AP is equal to BQ. ഇത് B ആണ് കേട്ടോ. BQ. കാരണം എന്താ എഴുതാ? ഇവിടെ കാരണം എഴുതണം. It's given. തന്നിട്ടുണ്ട് അവര്. ഈ രണ്ട് സൈഡും APയും BQയും ഈക്വൽ ആണ് എന്ന് അവര് തന്നിട്ടുണ്ട്. 3 സ്റ്റെപ്പ് കിട്ടിയില്ലേ? ഒന്നുകൂടി ശ്രദ്ധിക്ക്. ഈ രണ്ട് പാരലൽ ലൈൻ അതിനെ ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും ഈക്വൽ. കാരണം ഓൾട്ടർനേറ്റ് ആംഗിൾസ്, മറുകോൺ. അതുപോലെ തന്നെ ഈ രണ്ട് പാരലൽ ലൈനെ ഇങ്ങനെ PQ എന്ന് പറഞ്ഞ ലൈൻ കൊണ്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഈ സൈഡും ഈ ആംഗിളും ഈക്വൽ. സെയിം റീസൺ, ഓൾട്ടർനേറ്റ് ആംഗിൾ. മൂന്നാമത്തത് ഈ സൈഡും ഈക്വൽ ആണ്. അത് ഗിവൺ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ 3 കാരണങ്ങൾ കിട്ടി. നമ്മുടെ തിയറി, ഇന്നലെ പഠിച്ച തിയറി എന്താ? ഒരു സൈഡും അതിന്മേലുള്ള രണ്ട് ആംഗിൾസ് കണ്ടോ? ഇവിടെയും ഈ ട്രയാങ്കിളിലെ ഈ സൈഡും അതിന്മേലുള്ള രണ്ട് ആംഗിൾസ് ഈക്വൽ ആയില്ലേ? അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? അതിന്റെ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ ആണ്. പിന്നെ സൈഡ്സ് ഓപ്പോസിറ്റ് ഉള്ളതും ഈക്വൽ ആണ്. ഇത് നമുക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്കറിയാം രണ്ട് ലൈനുകളെ ഇന്റർസെക്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇത് അല്ലെ? അപ്പൊ ഇത് എഴുതുന്നതില്ല, ഇത് ഈക്വൽ ആയി. നിങ്ങൾക്ക് ഈ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 3 കാരണങ്ങൾ എഴുതി. ഇനി സൈഡ്സ് ഓപ്പോസിറ്റ് ആക്കിയിട്ട് എഴുതുക. ഏതൊക്കെയാണ്? ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് അല്ലെ? ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? PM is equal to എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? നമ്മൾ ഇതിൽ B അല്ലേ പറഞ്ഞത്. അപ്പൊ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നോക്കാം. ഏതാണ്? QM. കിട്ടിയോ? അപ്പൊ PM is equal to QM. കാരണം എന്താ? ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും PM is equal to QM. കിട്ടിയോ? ആദ്യം തന്നെ ഒന്നാമത്തെ സൈഡ് ഇതവർ തന്നിട്ടുണ്ട്. ഇതും ഈക്വൽ ആണെന്ന്. പിന്നെ ഈ ട്രയാങ്കിളിലെ ഈ സൈഡും എഴുതി നമ്മള്. ഇനി അടുത്തത് AM. AM ഏതിന് ഈക്വൽ ആണ്? AM എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലെ?
ഇതിനെതിരെയുള്ള വശമാണ് ഇതെങ്കിൽ ഇതിന് തുല്യമായിട്ടുള്ള കോൺ ഇതല്ലേ. അപ്പൊ ഇവിടെ എന്താണ് BM. ഇതിന് രണ്ടിനും കാരണം എന്താ എഴുതാം? ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇപ്പൊ 3 വശം തുല്യം തെളിയിച്ചില്ലേ? എന്താ നമ്മുടെ ചോദ്യം? AMP and BMQ ഇതിന്റെ വശങ്ങൾ തുല്യമാണോ? ഇത് സൈഡ്സ് ഈക്വൽ ആണോ എന്ന്. ആൻഡ് വൈ, എന്തുകൊണ്ട്? ഇത് ഈക്വൽ ആണെന്ന് എഴുതാൻ ഇതാണ് നമ്മൾ എഴുതിയ ഉത്തരം. ഇതിലെ സൈഡ്സ് ഏതാ? PM ഉം ഇതിലെ QM ഈക്വൽ ആണ്. കാരണം ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതുമാണ്. എന്താ കാരണം എഴുതുക? തുല്യ കോണിനെതിരെയുള്ള വശങ്ങൾ. The sides opposite to equal angles. Sides opposite to equal angles. കിട്ടി? രണ്ടാമത്തത് AM is equal to BM. അതുമല്ല ഈ കോണിനെതിരെയുള്ളത് ഇവിടെ അതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതല്ലേ, ഇതിനെതിരെയുള്ള. അപ്പൊ AM is equal to BM. അവിടെ എഴുതി sides opposite to. അപ്പോ ഈ ട്രയാങ്കിളിലെ APM ന്റെ 3 വശങ്ങളും പിന്നെന്താണ് BQM ന്റെ 3 വശങ്ങൾക്ക് ഈക്വൽ ആയി. കിട്ടിയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയോ? എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ആംഗിൾസ് ഈക്വൽ ആക്കി. ആംഗിൾസ് ഈക്വൽ ആക്കാനായിട്ട് 2 കാരണങ്ങളാണ് ഇത്. രണ്ടെണ്ണത്തിനും ആംഗിൾസിന് സെയിം കാരണം, സെയിം റീസൺ ആണ്. എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 2 പാരലൽ ലൈനിനെ ഇങ്ങനെ ഛേദിക്കുമ്പോണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ ഈ 2 ആംഗിൾസ് ഈക്വൽ ആയി. 2 ആംഗിൾസ് ഈക്വൽ ആയ മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആണ്. ഈ സൈഡിനോ ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഈക്വൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കാണേണ്ട ഈക്വൽ ആണ്. കാരണം തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. അപ്പൊ നമ്മൾ ഈ 2 വശവും നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാനും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കഴിഞ്ഞു. അതിന് തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് AB എന്ന വര M എന്ന ബിന്ദുവിന്റെ സ്ഥാനത്തിന്റെ സവിശേഷത. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് M? M ന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഈ ABയിലെ M ന്റെ സ്ഥാനം എവിടെയാണ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Where is the position of M? എവിടെയാ? AB എന്ന വരയിൽ M ന്റെ സ്ഥാനം എത്രയാ? M ന്റെ മിഡ് പോയിന്റ് മധ്യബിന്ദുവാണ്. കാരണം നോക്കിയേ, AM ഉം BM ഉം ഈക്വൽ ആണ്. നമ്മൾ എഴുതിയില്ലേ? AM is equal to BM. കണ്ടില്ലേ? AM is equal to BM ആണ്. അപ്പൊ M ന്റെ സ്ഥാനം എവിടെയായിരിക്കും? മിഡ് പോയിന്റ് മധ്യബിന്ദു. അപ്പൊ രണ്ടാമത്തെ ഒറ്റ ലൈനുള്ള ഉത്തരം എന്താ ചോദ്യം? What is the position of M? എന്താ? M is the midpoint of ഉത്തരം. M is the midpoint of the line AB. AB എന്ന വശത്തിന്റെ മധ്യബിന്ദുവായിരിക്കും M. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ. ഈ തിയറി വെച്ച് നമ്മൾ ഈ പടം വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 5.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചിട്ട് by only using the protractor മാത്രം ഉപയോഗിച്ച് നമ്മള് ഈ വരയുടെ മിഡ് പോയിന്റ് 5.5 കേട്ടോ. ചോദ്യം ഇതെല്ലാവരും ചോദ്യം വേഗം ടെക്സ്റ്റിൽ നോക്കി എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് 5.5 സെന്റിമീറ്റർ. അപ്പൊ ശരിക്കും അളവെടുത്ത് എല്ലാവരും വരയ്ക്കണം. ഒരു ലൈൻ ഇത് വരയ്ക്കുക നിങ്ങൾ. AB എത്ര സെന്റിമീറ്റർ? അവർ തന്നിരിക്കുന്ന സെന്റിമീറ്റർ എത്രയാണോ തന്നിരിക്കുന്നത് അതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഈ തിയറി അനുസരിച്ച് കണ്ടുപിടിക്കാനാണ് പോണത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 5.5. നമുക്കറിയാം 5.5ന്റെ മധ്യബിന്ദു കാണാൻ, മിഡ് പോയിന്റ് കാണാൻ നമുക്ക് സ്കെയിലിന് ബുദ്ധിമുട്ടാണ്, പറ്റില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഒന്നിനെ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെച്ച് വരയ്ക്കാൻ പറ്റും. പക്ഷെ ഈ തിയറി വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാം? ബൈ യൂസിംഗ് ദ പ്രൊട്രാക്ടർ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾ നിങ്ങൾ വരച്ചോ. ഇഷ്ടമുള്ള ഒരു ആംഗിൾ വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഒരു 60 ഡിഗ്രി എത്ര വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവരും 60 ഡിഗ്രിയുടെ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പുറത്തും എന്ത് ചെയ്യണം? സെയിം ഡിഗ്രി തന്നെ ആയിരിക്കണം. ഇത് എത്രയായിരിക്കണം? ഇവിടെ നിങ്ങൾ 50 വരയ്ക്കണമെങ്കിൽ ഇവിടെയും 50 തന്നെ വരയ്ക്കണം കേട്ടോ. എത്രയാണോ നിങ്ങൾ ഇവിടെ ഒരു ഡിഗ്രി എടുക്കണേ അത് തന്നെ ഡിഗ്രി എടുക്കുക. ഇഷ്ടമുള്ള അളവ് എടുക്കും. 60 ഡിഗ്രി എടുക്കണമെങ്കിൽ ഇവിടെയും 60 ഡിഗ്രി. എന്നിട്ട് കോമ്പസില് അല്ലെങ്കിൽ സ്കെയിലിൽ നമ്മൾ ഈ വശം ഒന്ന് അളക്കാം. ഇത് എത്രയാണെന്ന് നോക്കാം.
ആ അളവ് തന്നെ ഇവിടെ പാടുള്ളൂ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ പി ക്യൂ, ഈ എ പിയും ബി ക്യൂവും ഈക്വൽ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഇതൊരു 2 സെന്റിമീറ്റർ എടുത്തോ. അവര് അളവൊന്നും തന്നിട്ടില്ല കേട്ടോ, ഇത് മാത്രം തന്നിട്ടുള്ളൂ 5.5. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വരയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നതാണ്. 5.5 വരച്ചു. എന്നിട്ട് ഒരു ആംഗിൾ ഇഷ്ടമുള്ള അളവ് വരയ്ക്കാം. അത് ഇത് 60 ഡിഗ്രിയാ വരയ്ക്കണമെങ്കിൽ ഇത് 60 ഡിഗ്രി തന്നെ വേണം. പ്രൊട്രാക്ടർ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ നിന്ന് 0 തുടങ്ങേണ്ടതാവണം കേട്ടോ. അങ്ങനെ 60 ഡിഗ്രി. അപ്പൊ ഈ രണ്ടെണ്ണം പാരലൽ ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിപ്പോ നിങ്ങൾ 2 സെന്റിമീറ്റർ എടുക്കണമെങ്കിൽ ഇവിടെയും 2 സെന്റിമീറ്റർ, അതല്ല ഇവിടെ നിങ്ങൾ 3 എടുക്കണമെങ്കിൽ ഇവിടെയും 3 തന്നെ ഇഷ്ടമുള്ളൂ. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരെ നിങ്ങൾ വരയ്ക്കാം. സ്കെയിൽ വെച്ച് നേരെ ഇവിടെ ഇതിങ്ങട് സ്കെയിൽ വെച്ച് നേരെ ഇവിടേക്ക് ഇങ്ങോട്ട് വരച്ചോ. ഇവിടെ കൂട്ടിമുട്ടും. ഈ സ്കെയിൽ ആദ്യം വെച്ച് നോക്കാം കേട്ടോ, കൂട്ടിമുട്ടും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടും ഇല്ലേ? ഇതാണ് ഇതിനെ ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ്. എന്നിട്ട് ഇവിടെ പേര് കൊടുക്കുക AM, M കൊടുക്കുക. അപ്പൊ AM is equal to BM. ഇത്രയും നമുക്ക് പടം വരയ്ക്കാനുള്ളൂ. കിട്ടിയോ? അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത് ശ്രദ്ധിക്ക്. ഈ തിയറി വെച്ചിട്ട് 5.5 സെന്റിമീറ്റർ ലൈനെ നമുക്ക് തന്നിട്ടുള്ളൂ. എന്നിട്ട് അതിനെ ബൈസെക്ടർ വരയ്ക്കണം നമ്മള്. അതിനെ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ എന്താ പറഞ്ഞത്, ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇഷ്ടമുള്ള അളവ് വരയ്ക്കാം. 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇനി പ്രൊട്രാക്ടർ ഇല്ല, നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ ആണെങ്കിൽ സെറ്റ് സ്ക്വയർ കൊണ്ടാണെങ്കിലും ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ 45, 30, 60 നിങ്ങളുടെ കയ്യിലുണ്ട് സെറ്റ് സ്ക്വയർ. അതാണെങ്കിൽ ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ച് 60 ഡിഗ്രി വെച്ചാൽ ആ സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് വെക്കാൻ ഇവിടെയും അപ്പൊ 60 ഡിഗ്രി കിട്ടും. എന്നിട്ട് അളക്കണം. ഈ അളവും സെയിം ആയിരിക്കണം കേട്ടോ. എങ്കിലാണ് അത് യോജിപ്പിക്കുമ്പോ ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് പോകുള്ളൂ. അപ്പോഴാണ് AM is equal to BM വരുന്നത്. കിട്ടിയോ എല്ലാവർക്കും? അപ്പൊ ആ കണക്ക് കഴിഞ്ഞു. ആ കണക്കിലെ 3 ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫുള്ള് എഴുതണ്ട, എല്ലാവരും പടം വരച്ചാൽ മതി. ഇവിടെ തന്നിരിക്കുന്നത് ഇറ്റ് വാസ് എ പെന്റഗൺ, പഞ്ചഭുജമാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. പഞ്ചഭുജം, പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 വശങ്ങളുണ്ട്. ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇത് A, ഇത് B, C, D, E. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശരിക്കും വരയ്ക്കാൻ എല്ലാ വശവും ഒരുപോലെ ആവണം കേട്ടോ. നിങ്ങൾ സ്കെയിലൊക്കെ ഏകദേശം കാണുമ്പോൾ ഒരുപോലെ ആവണം. കാരണം റെഗുലർ പെന്റഗൺ ആണ് തന്നിട്ടുള്ളത്. ഇതിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ABയും BCയും CDയും DE ആൻഡ് AE എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. പിന്നെ ഇതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഈ സൈഡ്സ് ഈക്വൽ ആണ് അവർ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം. സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. എന്നിട്ട് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ AB ആൻഡ് AE ഈ 2 വശങ്ങളില്ലേ, ഈ ABനെ ഇങ്ങടില്ലേ അതിങ്ങനെ ഇങ്ങോട്ട് നീട്ടാൻ. അതേപോലെ AE എന്ന് പറയുന്ന ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടാം. എന്നിട്ട് CD എന്ന് പറയുന്ന ലൈൻ ഒന്ന് നീട്ടാൻ. അപ്പൊ ഒരു വലിയൊരു ട്രയാങ്കിൾ കിട്ടും ഇല്ലേ? അതിന് പേര് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് P, ഇത് Q, എത്രയാണ് PQ. ഇനി ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ BPC കണ്ടോ എല്ലാവരും? BPC ഈ ട്രയാങ്കിളും പിന്നെ EQD ഏതാ? EQD ഈ ട്രയാങ്കിളും 1, 2 ഇത് പേര് കൊടുത്ത് ഈ 2 ട്രയാങ്കിളിന്റെയും സൈഡ്സ് ഈക്വൽ ആണോ എന്ന്. ഈ BPC എന്ന് പറയുന്നതിന്റെയും EQD എന്ന് പറയുന്നതിന്റെയും സൈഡ്സ് ഈക്വൽ ആണോ എന്ന് എങ്ങനെ നമുക്കറിയാം? ഈക്വൽ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റാം? ആംഗിൾസ് നോക്കണം. ആംഗിൾ നമ്മൾ ഈക്വൽ ആക്കുക. ഈ ആംഗിൾ X ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇവിടെ X ആണെങ്കിൽ ഇത് എത്രയാ? ലീനിയർ പെയർ, ഒരു രേഖയുമേ ഉണ്ടാകുന്ന 2 ആംഗിൾസ് എത്രയാണ്? 180. ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പൊ ഇത് X ആണെങ്കിൽ ഇത് 180 - X.
ഇവിടെ എഴുതിയേക്കുക ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. ഇതിലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയാണ്? എല്ലാ ആംഗിൾസും എക്സ് തന്നെയല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര കിട്ടി? 180 മൈനസ് എക്സ്. കിട്ടിയോ? അതുപോലെ തന്നെ ഇതിലെ എല്ലാ ആംഗിൾസും ഈക്വൽ. ഇതും എക്സ് തന്നെയല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 180 മൈനസ് എക്സ്. ഇനി ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്രയാണ്? 180 മൈനസ് എക്സ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കിട്ടാനായിട്ട്. ഇവിടെ നമ്മൾ എക്സ് കൊടുത്തു. ഒരു ആംഗിൾ, എല്ലാ ആംഗിൾസും നമുക്ക് എക്സ് ആണ്. കിട്ടിയോ? എല്ലാവരും ഈ പടം നാളേക്ക് ശരിക്കും വരച്ചിട്ട് വരിക. ഈ കണക്ക് നമ്മൾ അവസാനിച്ചിട്ടില്ല. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് നമ്മൾ ഈക്വൽ ആക്കണം. അപ്പൊ പടം വൃത്തിയിൽ വരച്ചിട്ട് വരാം. ബാക്കി ക്ലാസ് അടുത്ത ദിവസം എടുക്കാം.